പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ ഏപ്രിൽ മാസം 29 തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കരങ്ങളൊക്കെ ഉയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം നാം സന്തോഷിക്കുക, കർത്താവിൽ ആനന്ദിക്കുക, കർത്താവിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി സൂക്ഷിച്ചില്ലേ. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ നിറഞ്ഞതായി ഈ ലോകത്തിൽ കർത്താവ് തൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മളെ അത്ഭുതകരമായി അതിശയകരമായി സൂക്ഷിച്ചതോർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലവും ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന നമ്മുടെ പിതാവിന് കർത്താവിന് കരമുയർത്തി ഒന്നുകൂടെ സ്തോത്രം പറ. കർത്താവ്, ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കുന്നതിന് സ്തോത്രം. അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്നതിന് സ്തോത്രം. രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്നതിന് സ്തോത്രം. അങ്ങ് ഞങ്ങളെ കരുതുന്നതിന് സ്തോത്രം. അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നതിന് സ്തോത്രം. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവ്, അങ്ങ് നല്ലവൻ, അങ്ങ് വിശ്വസ്തൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. സങ്കീർത്തനക്കാരൻ 139 സങ്കീർത്തനം 13 വാക്യത്തിൽ വന്ന്, കർത്താവല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ കർത്താവ് എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രവൃത്തികൾ അത്ഭുതമാകുന്നു, അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ എന്ത് ചെയ്യുക? ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്തു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിനെ ഒന്നുകൂടെ സ്തോത്രം ചെയ്താൽ നമ്മളൊന്ന് ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് നമ്മുടെ സൃഷ്ടിച്ച്. നമ്മുടെ ശരീരത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കി. ഓരോന്നും പ്രവർത്തിക്കുന്നത്, നമ്മുടെ ഹൃദയം വർക്ക് ചെയ്യുന്നത്, നമ്മുടെ കിഡ്നി വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കുന്നത് എത്ര ഭയങ്കരവും അതിശയകരമായിട്ട് ഒരു വലിയ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതിനേക്കാളും അധികം ആമേൻ നമ്മുടെ ശരീരം പ്രവർത്തിക്കുക. ആ കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾക്കായിട്ട്, നമ്മളോട് കാണിച്ച ദയക്കായിട്ട്, കരുണയ്ക്കായിട്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാൻ പോവാം. എല്ലാവരും പ്രാർത്ഥനയിലേക്ക് ആഗ്രഹപ്പെടണം കേട്ടോ. ആരും അശ്രദ്ധരായിട്ടിരിക്കാതെ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന് സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ ക്രൂശിലെ രക്തത്താൽ ഓരോരുത്തരെയും മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ ആവശ്യങ്ങളിലും അങ്ങനെ വലിയ കൃപയുണ്ടാകാൻ പ്രാർത്ഥിക്കുക കർത്താവ്. തൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട്, നിരാശപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട്. അതിന്മേലൊക്കെയും കർത്താവെ അങ്ങയുടെ വലിയ പ്രവൃത്തി ഇന്നത്തെ പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അവരുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, അവരുടെ നിരാശകൾ, ഭയങ്ങളെല്ലാം ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അത്ഭുതകരമായൊരു സ്വസ്ഥത, അത്ഭുതകരമായൊരു സമാധാനം, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് നിറഞ്ഞ് കവിയട്ടെ. അവരുടെ ഹൃദയം ആനന്ദത്താൽ നിറയട്ടെ. എല്ലാ ദുഃഖങ്ങളും മാറി സമാധാനം തൻ്റെ മക്കൾക്കുണ്ടാകട്ടെ. രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ. രോഗത്തിൻ്റെ കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിപ്പോകട്ടെ. എല്ലാ രോഗാവസ്ഥകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കർത്താവെ തളർന്നു കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആക്സിഡൻ്റായി തളർന്നു പോയവരുണ്ട്, രോഗങ്ങൾ വന്ന് തളർന്നു പോയവരുണ്ട്. ഇപ്പോൾ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ശക്തിയെ അവരിലേക്ക് പകരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ശക്തി അവരിലേക്ക് പകരുക. അവർ ആ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. അവർ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. വലിയ അത്ഭുതം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് വിടുവിക്കണം. ജോലിയില്ലാത്തവർക്ക് വഴി തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് അവരുടെ വിവാഹം നടക്കാൻ കർത്താവിൻ്റെ ക്രമീകരണങ്ങൾ ഉണ്ടാകട്ടെ. ഞങ്ങളവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ബ്ലസ് ചെയ്യുന്ന കർത്താവ്. ഞങ്ങളുടെ യൗവനക്കാർ കർത്താവിനെ സേവിച്ച് ജീവിക്കുന്നവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗ് അസാധാരണമായി തീരണം, മഹത്വപൂർണ്ണമായി തീരണം.
വലിയ ദൈവപ്രവൃത്തി കാണാൻ കർത്താവ് സഹായിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ചോദിച്ചാൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. തക്ക സമയത്ത് നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം. നിങ്ങളുടെ ജീവിതത്തെ അത് ധന്യമാക്കി തീർക്കും. ആമേൻ. വിട്ടുപോകല് കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. റിമൈൻഡർ വെക്കണം, അലാറം വെക്കണം, എന്നിട്ട് തക്ക സമയത്ത് ജോയിൻ ചെയ്യണം. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് തന്നിരിക്കുന്ന ആലോചന സദൃശ്യവാക്യം 17-ന്റെ 22-ാമത്തെ വാക്യമാണ്. പ്രോവർബ്സ് 17:22. അവിടെ പറഞ്ഞു, സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധം ആകുന്നു. സന്തുഷ്ട ഹൃദയം അല്ലെങ്കിൽ മേരി ഹാർട്ട്, സന്തോഷമുള്ള ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. അപ്പോൾ സന്തോഷവും സന്തോഷമില്ലാത്ത രണ്ടവസ്ഥകളാണ് പറഞ്ഞത്. സന്തോഷം നമുക്ക് ആരോഗ്യം തരുന്നു, സന്തോഷം നമുക്ക് സ്വസ്ഥത തരുന്നു, സന്തോഷം നമുക്ക് ഒരു മരുന്ന് കഴിക്കുന്നതിന് തുല്യമാണ് സന്തോഷമുള്ള ഹൃദയം. അപ്പുറത്ത് പറയുന്നു, തകർന്ന മനസ്സോ നമ്മുടെ അസ്ഥികളെ ഉരുക്കി കളയുന്നു, ഉണക്കുന്നു. അല്ലെങ്കിൽ ഈ ഇപ്പം ഡോക്ടർമാരൊക്കെ പറയുന്ന ഓസ്റ്റിയോപൊറോസിസ് എന്നൊക്കെ പറയുന്ന അസ്ഥികൾക്ക് രോഗങ്ങൾ കൊണ്ടുവരുന്നു, മനസ്സ് തകർന്നിരിക്കുന്ന അനുഭവങ്ങൾ. എന്നാൽ സന്തോഷമുള്ള ഹൃദയം ആമേൻ എന്താ ചെയ്യുന്നത്? നല്ല ഒരു മരുന്ന് പോലെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുക. ഈ മെസ്സേജ് ഇന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണം, ഇന്നലെ ഒരിടത്ത് ശുശ്രൂഷിക്കുമ്പോൾ ഒരു സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പെട്ടെന്ന് ഉള്ളിലൊരു ബോധ്യം തന്നു, ഇവരോട് സന്തോഷിപ്പിക്കാൻ പറഞ്ഞു. അപ്പം ഇവർ ഇങ്ങനെ വിഷമത്തിലൂടെയൊക്കെ പോകുന്നവരാണ്. അവിടെ നിന്നിട്ട് നമ്മൾ പറഞ്ഞു, നിങ്ങൾ കർത്താവിലൊന്ന് സന്തോഷിക്കാൻ പറഞ്ഞു. അവരെ കൊണ്ട് ഇങ്ങനെ സന്തോഷത്തിൻ്റെ കുറച്ച് പാട്ടുകൾ പാടി കുറച്ച് നേരം അവരെ ഒന്ന് ആനന്ദിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ പാട്ടുകളൊന്നും പാടാതെ ചില വരികളൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങനെ സന്തോഷിപ്പിച്ചു. ഒരു 15 മിനിറ്റ് എല്ലാവരും സന്തോഷിച്ചു. അവർ ചിരിക്കാൻ തുടങ്ങി, അവർ ആനന്ദിക്കാൻ തുടങ്ങി. ക്രിസ്തുവിൽ അവർ ആനന്ദിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ ബോധ്യം തന്നു, ഒരു സൗഖ്യമായവർ കൈവെക്കാം. പ്രിയപ്പെട്ടവരെ, അനേകർ സൗഖ്യമായി. അനേകരുടെ നാളുകളായുള്ള രോഗങ്ങൾ ആരും കൈവച്ച് പ്രാർത്ഥിക്കാതെ, ആരും പോയി രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ അവർ സന്തോഷത്തോടെ അല്പസമയം ദൈവസന്നിധിയിൽ നിന്നപ്പോൾ, അവരൊന്ന് ആനന്ദിച്ച് പാട്ടുപാടിയപ്പോൾ അവർ സൗഖ്യമായിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കാനിട വന്നു. അത് കേട്ടപ്പോഴാണ് ഈ മെസ്സേജ് ഇന്ന് പറയുവാനുള്ള പ്രേരണ ഉണ്ടായത്. അപ്പോൾ ഈ സന്തോഷമെന്ന് പറയുന്നത് യേശു എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു. അല്ലാതെ ലഭിച്ച എന്തെങ്കിലും നന്മ കണ്ടുകൊണ്ടുള്ള സന്തോഷമല്ല, അല്ലെങ്കിൽ നന്മ ലഭിക്കുമല്ലോ എന്നോർത്തുള്ള സന്തോഷമല്ല. ദൈവം എൻ്റെ കൂടെ ഉണ്ടല്ലോ, യേശു എന്നിലുണ്ടല്ലോ, യേശു എൻ്റെ കൂടെ ഉണ്ടല്ലോ, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന സന്തോഷം. ഓർത്ത് നോക്കിക്കേ, പൗലോസും ശിലാസും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവർക്ക് സന്തോഷിക്കാൻ എന്നാ വക? കാരാഗ്രഹത്തിൽ കൈകൾ കാലുകൾ ബന്ധിക്കപ്പെട്ട് കിടക്കുക. പക്ഷെ അവരവിടെ സന്തോഷത്തോടെ ദൈവത്തെ പാടി ആരാധിച്ചപ്പോൾ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി നടന്നു. ആമേൻ. ഇന്ന് ഒരു പക്ഷേ നമ്മൾ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ വകുപ്പൊന്നുമില്ലായിരിക്കാം. നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ട് നമുക്കെതിരായിരിക്കാം. ഒരു പക്ഷേ ബാങ്കിൽ നിന്ന് വന്നിരിക്കുന്ന പേപ്പർ നമുക്കെതിരായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടിലെല്ലാം നമുക്കെതിരായിട്ട് നിൽക്കുന്ന സാഹചര്യമായിരിക്കാം. എന്നാൽ യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് ഒരു മനുഷ്യന് ബോധ്യം വന്നാൽ, ഒരു ദൈവവൈതലിന് ഒരു തിരിച്ചറിവ് വരിക, യേശു എൻ്റെ കൂടെയുണ്ട്, യേശു എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് വന്നാൽ അവൻ സന്തോഷിക്കാൻ തുടങ്ങും. അവൻ സന്തോഷിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതം ആരംഭിക്കും. ഇന്നലെ കണ്ട മീറ്റിങ്ങിൽ അതാണ് കണ്ടത്. അതായത് ജനം സന്തോഷിച്ച് പാട്ട് പാടിയപ്പോൾ, ആനന്ദിച്ച് അവരെ തന്നെ മറന്ന് അവർ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് ആനന്ദിച്ചപ്പോൾ അത്ഭുതകരമായ സൗഖ്യങ്ങൾ നടന്നു. ഇന്നും നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ ബാഹ്യമായി നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. പക്ഷേ യേശു എൻ്റെ കൂടെയുണ്ട്, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെയുണ്ട്. ഏത് സാഹചര്യത്തിൽ കർത്താവ് ഉണ്ടെന്നുള്ളൊരു ആനന്ദം നമുക്കുണ്ടായാൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. സന്തോഷമുള്ള ഹൃദയം ഒരു മരുന്ന് പോലെ നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം വരും, നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരും, നിങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ പെട്ടെന്നുണ്ടാകാൻ ഇടവരും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ സന്തോഷിക്കുക, ആനന്ദിക്കുക, കർത്താവിൽ ആനന്ദിക്കുക. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സന്തോഷമുള്ള ഹൃദയം ഒരു മരുന്ന് പോലെ കേട്ടോ. ആമേൻ. തകർന്ന മനസ്സ് നിങ്ങളുടെ അസ്ഥികളെ ഉണക്കിക്കളയും, രോഗങ്ങളെ കൊണ്ടുവരും. അതുകൊണ്ട് ചുറ്റും സന്തോഷിക്കാൻ ഒരു വകുപ്പുമില്ലായേക്കാം, പക്ഷേ യേശു എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ വലിയ സന്തോഷം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ബലം പകരട്ടെ. സന്തോഷിപ്പീൻ. കർത്താവിൽ ഇനിയും പറയുന്നു, കർത്താവിൽ വീണ്ടും സന്തോഷിപ്പീൻ.
സന്തോഷിപ്പിൻ. സന്തോഷിക്കുന്നതിന്, ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നതിന് വളരെ അനുഗ്രഹങ്ങളുണ്ട്. ഗോഡ് ബ്ലസ് യു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീരപ്രവൃത്തികൾ നടക്കും. നമ്മൾ ഒരു അതിശയമായി മാറും, ഉയർച്ച പ്രാപിക്കും, എല്ലാവർക്കും ഭയമായി മാറും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.